ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് വീണ്ടും സ്വർണ്ണപ്പാളി പരിശോധനയ്ക്കാണ് SIT സംഘം എത്തുന്നത്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഇപ്പോൾ തന്നെ അത് വല്ലാതെ വൈകി. സ്വാഭാവിക കുറ്റപത്രം അല്ലെങ്കിൽ ഇടക്കാല കുറ്റപത്രം കൊടുക്കാത്ത വിടവിലൂടെ സ്വാഭാവിക ജാമ്യത്തിൽ പ്രതികളൊക്കെ പുറത്തേക്ക് പോയി. കോട്ടയം ഈ പറഞ്ഞ ശാസ്ത്രീയ പരിശോധന വരാനൊക്കെ വൈകി എന്ന കാരണമൊക്കെ ഉണ്ട്. എന്തായാലും അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നുണ്ട്. എന്താണ് SITയുടെ ഫൈനൽ മൂവ്, ജിബിൻ? കാശ്മീർ തന്നെയാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT അറസ്റ്റ് ചെയ്ത എല്ലാ പ്രതികളും തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം കിട്ടിയപ്പോൾ പുറത്താണ്. ഇതിന് കാരണമായി പറഞ്ഞിരുന്നത് കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ അത് ജംഷഡ്പൂരിലെ ലാബിലാണ് പരിശോധനയ്ക്കായി അയച്ചത്. അതിലുണ്ടായ ഒരു കാലതാമസമാണ് ഈ അന്വേഷണത്തിൽ ഈ ഒരു വീഴ്ച ഉണ്ടാകാനുള്ള കാര്യമായി ഇവർ കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ജംഷഡ്പൂരിലെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലങ്ങൾ വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ SIT കുറച്ച് നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതൊന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വേണ്ടിയിട്ടാണ് കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് അന്തിമഘട്ട പരിശോധനയിലേക്ക് ഇന്ന് SIT കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി സന്നിധാനത്ത് SIT എത്തി വീണ്ടും പരിശോധനയിലേക്ക് കിടക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നത് കട്ടിളപ്പാളികളിൽ നിന്നും ദ്വാരപാലകൾ ശില്പങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളാണ് ശേഖരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ SIT കണ്ടെത്തിയിരിക്കുന്നത് കട്ടിളപ്പാളികൾക്ക് പുറമെ ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിൽ നിന്നും സ്വർണം മോഷണം പോയിട്ടുണ്ട്. അതുകൂടി അവിടെ നിന്നുകൂടി സാമ്പിളുകൾ ശേഖരിക്കണമെന്നുള്ളൊരു കാര്യമാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് കട്ടിളപ്പാളികളിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, രാശി ചിഹ്നം ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലത്തിലെ പാളികൾ എന്നിവയടക്കം 7 പാളികളിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നത്. നേരത്തെ കട്ടിളപ്പാളികളിൽ നിന്ന് മാത്രം സാമ്പിളുകൾ ശേഖരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് SIT ശേഖരിക്കാൻ പോകുന്നത് കട്ടിളപ്പാളികൾക്ക് മുകളിലും അതുപോലെ തന്നെ കട്ടിളപ്പാളികൾക്ക് അടിവശത്തുമുള്ള എല്ലാ സാമ്പിളുകളും ഇന്ന് SIT ശേഖരിക്കുന്നുണ്ട്. ഇത് വീണ്ടും ജംഷഡ്പൂരിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. ഇതിൽ നിന്ന് കൂടി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനായി പോകുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട SIT അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഏകദേശം അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതികളും ഇപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്താണ്. അവരെയൊക്കെ തന്നെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിശോധന ഏറ്റവും നിർണായകമാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.